നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും വയനാട് ഫണ്ട് തട്ടിപ്പിൽ മറുപടിയില്ലാതെ കോൺഗ്രസ് നേതാക്കൾ പിരിച്ച പണത്തിന്റെ കണക്ക് പുറത്തുവിടാൻ ഇനിയും തയ്യാറാകാതെ നേതൃത്വം. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ പ്രതിപക്ഷ നേതാവ്. ചോദ്യങ്ങൾക്ക് മുമ്പിൽ പ്രകോപിതനായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതലേ കോൺഗ്രസ് പാളയത്തെ പ്രതിസന്ധിയിലാക്കിയ വയനാട് ഫണ്ട് തട്ടിപ്പിൽ ഇനിയും മറുപടി പറയാനാവാതെ നേതാക്കൾ. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പിരിച്ച പണത്തിന്റെ കണക്ക് പൂർണ്ണമായി പുറത്തുവിടണമെന്ന് ഇതിനോടകം തന്നെ പല നേതാക്കളും ആവശ്യപ്പെട്ടിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സാഹചര്യത്തിലെങ്കിലും വയനാട് കണക്ക് പുറത്തുവിടാൻ കോൺഗ്രസ് തയ്യാറാവണമെന്ന് മന്ത്രി പി രാജീവ്. പ്രത്യേകിച്ചും UDF വിശ്വസിക്കാൻ പറ്റാവുന്ന സംവിധാനമല്ല എന്ന കാര്യങ്ങളാണ് ഒടുവിൽ പുറത്തു വന്നത്. ഇപ്പോഴും ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ, വോട്ടെടുപ്പ് സ്വാധീനിക്കാൻ പറ്റാതില്ലാത്തതുകൊണ്ട് അല്പമെങ്കിലും ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള പ്രസ്ഥാനമാണെങ്കിൽ ഈ ഘട്ടത്തിലെങ്കിലും വയനാടിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ദുരന്ത ബാധിതരുടെ പേരിൽ നടത്തിയ കൊള്ള അത് പുറത്തുവിടുകയാണ്. എന്നാൽ വയനാട് ഫണ്ട് പിരിവ് തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാതെ പ്രതിപക്ഷ നേതാവ്. അത് CPM-ന്റെ ഇത് നടത്തുന്ന ആളുകളുടെ ഇടയിൽ ചർച്ചയായിട്ടുണ്ട്, അല്ലാതെ ഒരു ചർച്ചയായിട്ടില്ല. എല്ലാ ദിവസവും പുള്ളിയോട് ചോദിക്കാൻ പറഞ്ഞേക്ക് എന്നോട് വന്നിട്ട് 25 പ്രാവശ്യം ഇത് വന്നിട്ട്. അത് നിങ്ങൾക്ക് ആവശ്യമുള്ള മറുപടി എൻ്റെ നിന്ന് കിട്ടില്ലല്ലോ. കൈരളിയിൽ ലീഡ് കൊടുക്കാനുള്ള മറുപടി എൻ്റെ നിന്ന് കിട്ടി. കഴിഞ്ഞില്ലേ മോനെ, ഇലക്ഷനൊക്കെ കഴിഞ്ഞില്ലേ. വയനാട് ഫണ്ട് പിരിവിൽ ചോദ്യങ്ങളോട് പ്രകോപിതനായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. നോക്കാം, നമുക്ക് നോക്കാം, വീട്ടിൽ കൂടെ വിളിക്കാം, എല്ലാരെയും വിളിക്കും. ഒന്നും തിരക്കാക്കണ്ട, ഒരു തിരക്കുമില്ല. ഒന്നും തിരക്കാക്കണ്ട, വീട്ടിൽ കൂടെ വിളിക്കാം. ഞങ്ങളെ ഫണ്ട് കളക്ഷനെ ഓർത്ത് നിങ്ങൾ ആരും കരയണ്ട. വയനാട്ടിലെ ജനം ഈ തെരഞ്ഞെടുപ്പിൽ ഏറെ ചർച്ച ചെയ്തത് കോൺഗ്രസിന്റെ ഫണ്ട് തട്ടിപ്പ് തന്നെയാണെന്ന് CK ശശീന്ദ്രൻ. LDF സർക്കാരിന്റെ വികസനവും കോൺഗ്രസ് ഫണ്ട് തട്ടിപ്പുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനം വയനാട്ടിലേറെ ചർച്ച ചെയ്തത്. കോൺഗ്രസിന്റെ അഴിമതിയും അതുപോലെ തന്നെ വീടുണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞ് ചൂരൽമല ദുരന്തബാധിതരെ കബളിപ്പിച്ച കാര്യവും അവരെ ഫണ്ട് വെട്ടിപ്പും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ ഗൗരവമായ രീതിയിൽ വോട്ടർമാർക്കിടയിൽ ചർച്ചയ്ക്കിടയായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. വയനാടിന്റെ കണ്ണീര് വിറ്റു പിരിച്ച കോടികൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും ഒഴുക്കിയെന്നാണ് കോൺഗ്രസ് പാളയത്തിൽ നിന്ന് തന്നെ ഉയരുന്ന ആക്ഷേപം. കോൺഗ്രസ് പിരിച്ച പണം മറ്റ് പല അക്കൗണ്ടുകളിലേക്കും മാറ്റിയതായും സൂചനയുണ്ട്. വരും ദിവസങ്ങളിലും കോൺഗ്രസ് നേതാക്കൾക്ക് നേരെ ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം ഇത് തന്നെയാകും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.